7 ഡേയ്സ് സ്കിൻ റീസെറ്റ് ചലഞ്ച് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ സ്മൂത്ത് റീസെറ്റ് ചലഞ്ച് ആണ്. സോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ. അപ്പൊ നമ്മളുടെ സ്കിന്നിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന്റെ ബാരിയറിനെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്കിന്നിന്റെ ബാരിയറിനെ നമ്മൾ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിനെ എങ്ങനെ ബ്രൈറ്റൻ ആക്കാം എന്നുള്ള വീഡിയോ ആയിരുന്നു. ആൻഡ് തേർഡ് ഡേ ചലഞ്ച് എന്ന് പറയുന്നത് ആക്നെ മാർക്ക് റീസെറ്റ് ചലഞ്ച് ആയിരുന്നു. നമ്മളുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ആക്നെ മാർക്കുകളെ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതായിരുന്നു ആ ഒരു വീഡിയോ. ആൻഡ് ഫോർത്ത് ഡേ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഹൈഡ്രേഷൻ റീസെറ്റ് ചലഞ്ച് ആയിരുന്നു. സോ നമ്മളുടെ ഫിഫ്ത്ത് ഡേ ചലഞ്ച് എന്ന് പറയുന്നത് ഹെൽത്തി ഗ്ലോ സ്കിൻ റീസെറ്റ് ചലഞ്ച് ആയിരുന്നു. ഹെൽത്തി ആയിട്ട് നമ്മളുടെ സ്കിന്നിനെ എങ്ങനെ ഗ്ലോ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സിക്സ്ത് ഡേ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു. നമ്മളുടെ ഏജിങ്ങിനെ എങ്ങനെ നമ്മൾക്ക് റിവേഴ്സ് കൊണ്ടുവരാം, നമ്മളുടെ പ്രായം തോന്നുന്ന ചർമ്മത്തെ എങ്ങനെ യങ് ആക്കി മാറ്റാം എന്നുള്ള വീഡിയോ ആയിരുന്നു ആന്റി ഏജിങ് റീസെറ്റ് ചലഞ്ച് എന്ന് പറയുന്നത്. സോ ഫൈനലി നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ സ്മൂത്ത് റീസെറ്റ് ചലഞ്ച് ആണ്. സോ ഈ ഒരു 6th ഡേ ചലഞ്ചസും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് സ്കിന്നിനെ സ്മൂത്ത് ആക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എങ്കിലും നമ്മൾക്ക് സ്കിന്നിന് സ്മൂത്ത്നെസ് കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. സ്ക്രബിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാ ദിവസവും ചെയ്യാതിരിക്കുക. മന്ത്ലി ട്വൈസ് എന്ന രീതിയിൽ മാത്രം നിങ്ങൾ സ്ക്രബിങ് ചെയ്യുക. കാരണം സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കിന്ന് കൂടുതൽ സെൻസിറ്റീവ് ആവുകയും അത് കൂടുതൽ നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിനെ തകർക്കാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാതിരിക്കുക. ചൂടുവെള്ളത്തിൽ ഒരിക്കലും നമ്മളുടെ ഫേസ് വാഷ് ചെയ്യാതിരിക്കുക. ഇത് നമ്മളുടെ ചർമ്മത്തിന്റെ ഏജിങ്ങിനെ കൂട്ടിക്കാണിക്കാൻ കാരണമാകുന്ന ഒരു റീസൺ ആണ്. സോ അതുകൊണ്ട് തന്നെ അത് മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മേക്കപ്പോട് കൂടി ഒരിക്കലും ഉറങ്ങാതിരിക്കുക. മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങുക. ആൻഡ് ഫൈനലി സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ സ്കിന്നിനെ സ്മൂത്ത് ആൻഡ് ഗ്ലോ ആക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഇങ്ങനെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. എല്ലാ മോയ്സ്ചറൈസറും എല്ലാ സൺസ്ക്രീമും എല്ലാ സ്കിൻ ടൈപ്പിനും ഒരിക്കലും മാച്ചിങ് ആയിട്ടുള്ളതായിരിക്കില്ല. സോ നമ്മളുടെ സ്കിന്നിന് ഏതാണോ ബെറ്റർ ആ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഏതൊരു ഫേസ് പാക്കും എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചിങ് ആയിട്ടുള്ളതല്ല. അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കി നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിന് അനുയോജ്യമായ ഫേസ് പാക്ക് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൂടുതലും ഈവനിങ് ടൈമിൽ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സൺലൈറ്റ് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൺലൈറ്റ് കൊള്ളുന്നതിലൂടെ നമ്മളുടെ സ്കിന്ന് കുറച്ച് ഡൾ ആകാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ് പാക്കിന് കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കുന്നതും അതേപോലെ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിലൂടെയും ഡസ്റ്റ് നമ്മുടെ ഫേസിലേക്ക് വരാനും അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരാനും ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഈ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് കണ്ണിന്റെ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ വെക്കാവുന്നതാണ്. സോ ഒരു 20 മിനിറ്റ് നിങ്ങൾ എന്തായിരുന്നാലും ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്.
ഇനി കുറച്ച് പ്രായമൊക്കെ ആയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റിൽ ന്യൂട്രീഷൻ ഫുഡ് ഉൾപ്പെടുത്തുക, അതേപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ യങ് ആൻഡ് സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. സോ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്സ് ഒക്കെയാണ് ഇതൊക്കെ. ഇനി നമ്മളുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാൻ പറ്റുന്ന 2-3 ഫേസ് പാക്കുകൾ പറയാം. ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഓട്സ് പ്ലസ് കർഡ് പ്ലസ് ഹണി ഫേസ് പാക്ക് ഏറ്റവും സൂപ്പർ ആയിട്ട് വർക്കിംഗ് ആണ്. ഓട്സ് പൗഡർ എടുക്കുക, അതോടൊപ്പം തന്നെ കുറച്ച് ഹണി ആഡ് ചെയ്യുക, അതുപോലെ തന്നെ കർഡും മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 50 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് വീക്കിലി ട്വൈസ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്കിൻ സ്മൂത്ത് ആകുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഇത് ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര പ്ലസ് അരിപ്പൊടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അരിപ്പൊടിയും അലോവേരയും മിക്സ് ചെയ്ത് ഒരു 50 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മൂത്തനിങ് ഫേസ് പാക്ക് തന്നെയാണ്. നിങ്ങളുടെ ഇതൊരു നോർമൽ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പൗഡർ പ്ലസ് കർഡ് എടുക്കാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഒരു 50 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. സോ ഇത്രയും ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കുകൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആൻഡ് സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് സ്കിന്നായിട്ട് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.